റിസ്ക് ചെറുത്, ആനന്ദം വലുത്. കൊള്ളാല്ലേ? എന്റെ കുടുംബം, എന്റെ ആഘോഷം, എന്റെ മലബാർ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകളിൽ 19 സീറ്റുകൾ നൽകി കോൺഗ്രസിനെ ബലപ്പെടുത്തിയ കേരളത്തെ രാജ്യം ഉറ്റുനോക്കുകയാണെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ. വയനാട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ വഴിക്കടവിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങളെല്ലാവരും എന്നും ഒരുമിച്ച് UPA ഗവൺമെന്റിന്റെ കൂടെയായിരുന്നു, ഇന്ന് ഇന്ത്യ മുന്നണിയുടെ കൂടെയാണ് എന്ന് കേരളം ഇന്ന് ഇന്ത്യ രാജ്യത്തിന് നൽകുന്ന വലിയ സന്ദേശമാണ്. Congress history is country history. Whenever the Congress party comes to power, every section of the society is in power. കോൺഗ്രസ് ആണ് രാജ്യത്തിന്റെ ശക്തി, കോൺഗ്രസിന്റെ ചരിത്രമാണ് രാജ്യത്തിന്റെ ചരിത്രം. എന്നൊക്കെ കോൺഗ്രസ് ശക്തി ആർജിച്ചിട്ടുണ്ടോ അന്നൊക്കെ ഈ രാജ്യം അതിന്റെ ശക്തിയിൽ അത്യുന്നതമായ ഔന്നിത്യങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. Today I would like to congratulate you. You all have won the hearts of India, and you have elected our leader Shri Rahul Gandhi to the parliament in the difficult times. നിങ്ങളെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നത് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾ രാഹുൽ ഗാന്ധിയെ വലിയ ഭൂരിപക്ഷത്തിന് നിങ്ങൾ വിജയിപ്പിച്ചയച്ചു എന്നതാണ് നിങ്ങളോട് കാണുന്ന ഏറ്റവും അഭിമാനമായ കാര്യം. Elected Rahul Gandhi to the parliament. He is giving sleepless night to the BJP and the NDA. നിങ്ങൾ ജയിപ്പിച്ചയച്ചതുകൊണ്ട്, രാഹുൽ ഗാന്ധിയെ ചരിത്ര ഭൂരിപക്ഷത്തിന് നിങ്ങൾ ജയിപ്പിച്ചയച്ചതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിൽ ഉറക്കമില്ലാത്ത രാത്രികളാണ് BJPക്ക് സമ്മാനിച്ചത് എന്ന് നിങ്ങൾക്ക് എന്നും അഭിമാനിക്കാവുന്നതാണ്. Last election, before he decided to contest from Wayanad, I asked Rahul Gandhi, you please come and contest from Karnataka. His grandmother had contested in Chikmagalur. Srimati Indira Gandhi, Sonia Gandhi had contested in Ballari. I asked him to contest from Karnataka. He said, no, DK, Karnataka is a land of harmony, land of love. Kerala is a land of harmony, communal harmony, land of love. We can believe with the loyalty of Keralites than any other part of the country. So I want to go to Kerala. That is what he said. വയനാട്ടിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഞാൻ രാഹുൽ ഗാന്ധിയോട് സമീപിച്ചുകൊണ്ട് ചോദിച്ചു, രാഹുൽജി, നിങ്ങൾക്ക് കർണാടകത്തിൽ വന്ന് മത്സരിച്ചുകൂടെ? നിങ്ങളുടെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധി ചിക്മംഗ്ലൂരിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്, സോണിയാഗാന്ധി ബെല്ലാരിയിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് കർണാടകത്തിലേക്ക് വന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സ്നേഹത്തോടു കൂടി എന്നോട് പറഞ്ഞു, കേരളം എന്ന് പറയുന്നത് ഏറ്റവും അധികം ഇന്ത്യ രാജ്യത്ത് സാമൂഹ്യ മതപരമായ സൗഹാർദ്ദമുള്ള ഒരു വലിയ മണ്ണാണ്. ആ മണ്ണിലാണ് ഞാൻ മത്സരിക്കാൻ പോകുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത്. കേരളം മതസൗഹാർദ്ദത്തിന്റെ മണ്ണാണ്. ഇവിടെ മുളയ്ക്കുന്നത് നന്മയുടെ വിത്തുകളാണ്. വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിച്ച BJP സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. രാജ്യം വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കോൺഗ്രസ് തിരിച്ചു വരേണ്ടതുണ്ട്. കോൺഗ്രസ് ആണ് രാജ്യത്തിന്റെ ശക്തിയെന്ന് തിരിച്ചറിയണം. കർണാടകയിൽ മത്സരിക്കാൻ താൻ രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കേരളം സ്നേഹത്തിന്റെ മണ്ണാണെന്നും അവിടെ മത്സരിക്കുന്നത് അഭിമാനമാണെന്നുമായിരുന്നു രാഹുലിന്റെ മറുപടിയെന്നും അദ്ദേഹം പറഞ്ഞു. MI അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. AP അനിൽകുമാർ MLA, DCC പ്രസിഡന്റ് VS ജോയ്, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത്, NA കരീം, CH ഇക്ബാൽ, VA കരീം, PV മനാഫ്, ഹാരിസ് ബാബു ചാലിയാർ, ബാബു തോപ്പിൽ, ജസ്മൽ പുതിയറ, കോയണ്ണി വാളശ്ശേരി, സുനീർ മണൽപ്പാടം, CU ഏലിയാസ്, റഷീദ് വരിക്കോടൻ, KP ലുക്മാൻ, TK ഹഫ്സത്ത് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര. Real fruit power, real juices from Dabur.